അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അതിന് ഇതിനായിട്ട് 2 പഴുത്ത മാങ്ങ അതായത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കുക. ഇനി മാങ്ങ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മാമ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പൊ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ മാമ്പഴം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അടിച്ചിട്ടെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ അടിച്ചെടുക്കുക. നമ്മളിത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ബദാമും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കശുവണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കശുവണ്ടിയുടെ നിറമൊക്കെ ഒന്ന് മാറട്ടെ. കശുവണ്ടിയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കിസ്മിസൊക്കെ ഒന്ന് വീർത്ത് വരട്ടെ. ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ നിന്നങ്ങ് കോരി മാറ്റാം. കശുവണ്ടിയും ബദാമും കിസ്മിസും റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ബാക്കി വന്ന ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് റവയാണ്. ഈ റവ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. റവ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും. ആ നെയ്യിൽ കിടന്നതിന് നല്ലോണം ഒന്ന് റോസ്റ്റായി വരട്ടെ. റോസ്റ്റ് ചെയ്ത റവയാണെന്നുണ്ടെങ്കിലും നമ്മൾ നെയ്യിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ മാത്രമേ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനുണ്ടാവുള്ളൂ. ഇപ്പൊ 3-4 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ റവയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നിറം മാറാൻ നിൽക്കരുത്. ഈ ഒരു സമയം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ റവ അളന്നെടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. റവയും 250 ml കപ്പിന് 1 കപ്പ് റവ എടുത്തു. അതിനനുസരിച്ചിട്ട് തന്നെ 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴം ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. എടുത്ത മാമ്പഴത്തിന് അത്ര മധുരം ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. 1 കപ്പാണ് നമ്മൾ അടിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മൾ എടുക്കുമ്പോൾ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം 1 കപ്പിന്റെ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം മാമ്പഴം അടിച്ച് 1 കപ്പ് എടുക്കുക. ആ അളവിൽ തന്നെയാണ് നമുക്ക് റവയും പഞ്ചസാരയും ഒക്കെ അളന്നെടുക്കേണ്ടത്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പം നമ്മൾ ഗ്ലാസിൻ്റെ അളവിലാണ് മാമ്പഴം അടിച്ചെടുത്തതെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ എല്ലാം അളന്നിട്ടെടുക്കുക. റവയും പഞ്ചസാരയും ഒക്കെ. ഇത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് പാലാണ്. ചാറിയ പാൽ വേണം എടുക്കാൻ. എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കേണ്ടത്. 1 കപ്പ് റവ, 1 കപ്പ് മാമ്പഴം അടിച്ചെടുത്തത്, പിന്നെ 1 കപ്പ് പാല് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാലും കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതുകൊണ്ട് അധികം വേവൊന്നും ഉണ്ടാവില്ല. ഒരു 3-4 മിനിറ്റ് നമ്മൾ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് അത്ര താല്പര്യമില്ല, കുറച്ച് നെയ്യിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കശുവണ്ടിയും ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ ബദാമും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് റവ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കൂടെ ടേസ്റ്റ് 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ്. വീണ്ടും നമുക്കിതുപോലെ ഒന്ന് കൊടുത്തോണ്ടേ ഇരിക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. റവയെല്ലാം ഒന്ന് വെന്ത് വരണം. ഫ്ലെയിം കൂട്ടിയിടരുത്. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. ഈ സമയം മധുരമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ കറക്റ്റ് മധുരമാണ്. ഇപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. റവയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റവ വെന്ത് കിട്ടിയില്ല, നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് വറ്റിപ്പോയി ഡ്രൈ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോ 1/2 കപ്പോ പാൽ ഒഴിച്ചു കൊടുക്കും. എനിക്കിപ്പോൾ കറക്റ്റ് ആണ്. 1 കപ്പ് പാലിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലെയിം കൂട്ടിയിടരുത്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാൻ.
ഇപ്പോൾ റവയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അഡീഷണൽ ഇതിൽ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് 250 ml കപ്പിന് തന്നെ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയുടെ വെള്ള ഭാഗം ചിരകി എടുത്തിട്ട് പാനിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ആ തേങ്ങയുടെ വെള്ളത്തിന്റെ നനവെല്ലാം മാറി ചൂടൊക്കെ മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ കുറച്ച് പാടാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്ക മാത്രം പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്. പഞ്ചസാര വെച്ച് പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പം 2 ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 ഏലക്ക ഒന്ന് തല്ലി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഏലക്കയുടെ ആ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഒഴിവാക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിടുന്നത് കൂടി പോകരുത്, 1-2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂണൊന്നും ആയി പോകരുത്, പിന്നെ ഒരു ഉപ്പ് രസം ഉണ്ടാവും. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ ഇതുപോലെ കുഴഞ്ഞ പരുവത്തിനാണ് ഇതിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു കുഴഞ്ഞ പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. വായിലിട്ട് അല്ലിഞ്ഞിറങ്ങുന്ന രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുവാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയല്ലേ ചേർത്ത് കൊടുത്തത്. ആണെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ആകുമ്പോൾ അവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാരയും കണ്ടൻസ് മിൽക്ക് പകുതി വേണമെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം, കിസ്മിസ്, ചുവണ്ടി എല്ലാം ചേർത്ത് കൊടുക്കുക. മുഴുവനും ഇട്ട് കൊടുത്തിട്ടില്ല, ലാസ്റ്റിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് ഇതിന്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്, ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കശുവണ്ടി, ബദാമും കിസ്മിസും ഒക്കെ മൂപ്പിച്ചെടുത്ത് വെച്ചില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, അതാണ്. ഇപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തും വെക്കേഷനല്ലേ, കുട്ടികൾക്കൊക്കെ ഇതുപോലെയൊക്കെ മാമ്പഴം വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും സീസണാണ്, വില കുറവിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാമ്പഴം റവയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്